16 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഈ സോഷ്യൽ മീഡിയ ഫോൺ ഉപയോഗം തന്നെ ബാൻ ചെയ്താൽ അത് നന്നായിരിക്കും എന്നൊരു അഭിപ്രായം കേട്ടോ. എന്താ അങ്ങനെ പറയാൻ? കാരണം സോഷ്യൽ മീഡിയ വഴി ഇപ്പം കുറെ കുട്ടികൾ നെഗറ്റീവായിട്ട് ഇപ്പൊ സോഷ്യൽ മീഡിയനെ അത് ഉപയോഗം ചെയ്യുന്നുണ്ട്. അതിനെ കുറയ്ക്കാനായിട്ട് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇപ്പം ഓസ്ട്രേലിയയിൽ തന്നെ ഡിസംബർ 10 തൊട്ട് 16 വയസ്സ് വരെ താഴെ ഉള്ളവർക്ക് അത് ബാൻ ചെയ്യുക. കാരണം അതൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് കുട്ടികളിൽ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് കുട്ടികൾ മാത്രമാണോ ഈ നെഗറ്റീവായിട്ട് ഉപയോഗിക്കുന്നത്? കുട്ടികൾക്കപ്പം അതിന്റെ കുട്ടികളൊന്നും അവരുടെ ചൈൽഡ്ഹുഡ് എൻജോയ് ചെയ്യേണ്ട ഒരു സമയമില്ല. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് അവരുടെ ആ ചൈൽഡ്ഹുഡ് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ അവരെ ബാൻ ചെയ്യുന്നത്. അതേപോലെ നമ്മുടെ ഇന്ത്യയിൽ അത് കൊണ്ടുവരണം എന്നാണ് ഞാൻ പറയുന്നത്. പ്രതിഷേധമൊക്കെ നേരിടേണ്ടി വരില്ലേ? ഓസ്ട്രേലിയയിൽ തന്നെ ഇത് സോഷ്യൽ മീഡിയ ബാൻ വന്ന സമയത്ത് ശക്തമായ പ്രതിഷേധമാണ് ഗവൺമെന്റിനെതിരെ, തെരുവിലിറങ്ങിയ പ്രതിഷേധമാണ്. നമുക്ക് എത്രത്തോളം പ്രാക്ടിക്കൽ ആണ് ഈ ഒരു 16 വയസ്സ് താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ ബാൻ ചെയ്യാന്നുള്ളത്? അത് അത്ര പോസിബിൾ അല്ല. എന്നാലും ഇപ്പോൾ കുട്ടികളൊക്കെ ഏജൊക്കെ കുറച്ച് നമ്മളെ അക്കൗണ്ടൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് മുമ്പൊക്കെ. പക്ഷെ അത് അത്രയ്ക്ക് പോസിബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം ചെറിയ കുട്ടികളെ തന്നെയാണെങ്കിലും നമ്മൾ അടക്കി ഇരുത്താനൊക്കെ ഫോൺ കൊടുത്ത് തന്നെ നമുക്കിപ്പോൾ പണ്ടത്തെ കണക്ക് വാതിക്കയിലൊക്കെ ഇങ്ങനെ കൊണ്ടു നടന്നൊന്നും ഇതാക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ അത്രയ്ക്ക് പോസിബിളായിട്ട് എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ തന്നെ ഈ സോഷ്യൽ മീഡിയ എങ്ങനെയാണ് ഈ കുട്ടികൾക്ക് ബാൻ ചെയ്യാൻ പറ്റുക? കാരണം ഈ ചെറിയ കുഞ്ഞുങ്ങൾ പലപ്പോഴും ഈ പേരൻസിൻ്റെ ഫോൺ എടുത്ത് പേരൻസിൻ്റെ അക്കൗണ്ടിലൂടെ ആയിരിക്കും ഇതൊക്കെ അവർ കൈകാര്യം ചെയ്യുക. വേണമെങ്കിൽ ഫോൺ ബാൻ ചെയ്യാം, കുട്ടികൾക്ക് ഫോൺ ബാൻ ചെയ്യാം. പക്ഷെ അതും എത്രത്തോളം പോസിബിൾ ആയിട്ടുള്ള കാര്യം ഇവിടെ എതിർപ്പുണ്ടെന്ന് പറയുന്നു. ഈ കാര്യത്തിനോട് എതിർപ്പുണ്ടെന്ന്, എന്താ പ്രശ്നം? 16 വയസ്സിന് താഴോട്ടുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ ഒരിക്കലും ബാൻ ചെയ്യേണ്ട ആവശ്യമില്ല. പേരന്റൽ അക്കൗണ്ടിലോട്ട് കൺവേർട്ട് ചെയ്താൽ മതി. എല്ലാ 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കും പേരന്റിന്റെ നോട്ടത്തിൽ തന്നെ അക്കൗണ്ട് നമ്മൾ ഫോണുമായിട്ട് കണക്ട് ചെയ്തിട്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് അങ്ങനെ ബാൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അതായത് കുഞ്ഞുങ്ങൾ ഫോൺ എടുത്താൽ ആ ഫോണിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അവർ നോക്കുന്നത്, സെർച്ച് ചെയ്യുന്നത്, ഏതൊക്കെ ആപ്ലിക്കേഷനിലാണ് കയറുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നത്, എല്ലാം പേരൻസിന് അറിയാൻ പറ്റണം. പിന്നെ അത് കൺട്രോൾ ചെയ്യാനും പറ്റണം. പക്ഷെ പാരന്റ്സിന് എപ്പോഴും കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കുമോ? അങ്ങനെ എപ്പോഴും നോക്കാൻ പാരന്റ്സിന് പറ്റുമോ? പറ്റണം. നിർബന്ധമായിട്ട് ചെയ്യണം. പറ്റിയാലേ നടക്കത്തുള്ളൂ. ഓക്കെ, ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും നമ്മുടെയൊക്കെ വീട്ടിൽ കുഞ്ഞുങ്ങളുണ്ടാവും, നമ്മുടെ അയൽ വീട്ടുകളിൽ കുഞ്ഞുങ്ങളുണ്ടാവും, നമുക്കൊക്കെ അനിയത്തിമാരുണ്ടാവും, കസിൻസ് ഉണ്ടാവും. അപ്പോൾ ഈ കുഞ്ഞുങ്ങളൊക്കെ ഏത് തരത്തിൽ ഈ ഫോൺ ഉപയോഗത്തിലൂടെ എന്താണ് വഴിതെറ്റി പോകുന്നോ, അല്ലെങ്കിൽ അവർ തെറ്റായ രീതിയിൽ ഫോൺ ഉപയോഗം കൊണ്ടുപോകുന്നുണ്ടോ? അങ്ങനെ തോന്നിയിട്ടുണ്ടോ? എല്ലാവരും തെറ്റിലേക്കല്ല ഫോൺ യൂസ് ചെയ്യുന്നത്. പലരും പല രീതിയിലാണ് യൂസ് ചെയ്യുന്നത്. ഓരോരുത്തരുടെ കഴിവ് അവർ വികസിപ്പിക്കുന്നത് ചിലപ്പം ഫോണിലൂടെ ആയിരിക്കും. ഗെയിമിങ് അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയൊക്കെ ആയിരിക്കും. പിന്നെ ഇപ്പം നമ്മൾ കാര്യങ്ങളൊക്കെ അറിയുന്നത്, ഞാൻ വരെ സോഷ്യൽ മീഡിയ വഴി അറിയുന്നത്. പത്രം വായിച്ച് അറിയുന്ന ഒരു പ്രവണത ആർക്കും ഇല്ല ഈ കാലത്ത്. ഞാൻ വരെ സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റയിൽ തന്നെ ഓരോ ന്യൂസ് ചാനലിനെ ഫോളോ ചെയ്താൽ ന്യൂസുകൾ നമുക്ക് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. അങ്ങനെയാണ് നമ്മൾ ന്യൂസും വാർത്തകളും എല്ലാം നമ്മൾ അറിയുന്നത്. നല്ല രീതിയിൽ ഉപയോഗിച്ചാൽ സോഷ്യൽ മീഡിയ നല്ലതാണ്. പക്ഷേ ഷിഹാസ്, ഈ സോഷ്യൽ മീഡിയ നമ്മുടെ ചിന്താശേഷി ഏതെങ്കിലും തരത്തിൽ ബാധിക്കുന്നുണ്ടോ? അത് മോശമായിട്ടും ഇതാകുന്നുണ്ട്, പക്ഷെ പോസിറ്റീവായിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ പേരൻ്റൽ ഒരു ചെറിയ കുട്ടി ജനിച്ച് വീഴുമ്പോൾ തന്നെ ഫോണിൽ ഉണ്ടാവുക എന്നുള്ളതില്ല. അത് ഒരു ഏജ് കഴിയുമ്പോഴാണ്. ഇപ്പം നമ്മൾ പുറത്ത് എൻവയോൺമെൻറ്റിൽ അഡാപ്റ്റ് ആകുന്നതിനെക്കാട്ടി കൂടുതൽ മൊബൈൽ ഫോൺ യൂസ് ചെയ്ത് കുറച്ച് ചിന്താശേഷി വളരുന്നുണ്ട് എന്നുള്ളതിൽ അക്സെപ്റ്റബിൾ ആണ്. നമ്മൾ ടോട്ടലി എല്ലാവരും അക്സെപ്റ്റബിൾ ആക്കണം. യെസ്, ഓക്കെ. ഈ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഫോൺ ഇല്ലാതെ ഒരു ദിവസം അങ്ങനെയാണെങ്കിൽ അത് എങ്ങനെയായിരിക്കും? നമുക്ക് അങ്ങനെ സർവൈവ് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? സീരിയസ്ലി എനിക്ക് ഫോൺ ഇല്ല. എന്ത് പറ്റി? ഈ കോളേജിൽ എനിക്ക് തോന്നുന്നു എനിക്കായിരിക്കും സ്വന്തമായിട്ട് ഫോൺ ഇല്ലാത്തത്. എനിക്ക് തോന്നുന്നു ഈ കോളേജിൽ നിന്നല്ല, ഈ ഒരു പ്രായത്തിൽ ഇപ്പോ കേരളത്തിൽ തന്നെ വിരലെണ്ണാവുന്ന ആളുകൾക്കായിരിക്കും ഫോൺ ഇല്ലാത്തത്. എന്തുകൊണ്ടാണ് ഫോൺ ഇല്ലാത്തത്? കായംകുളത്തുനിന്നാണ് വരുന്നത്. ഞാൻ ഫോണിലാണ്ട് വരുന്നുണ്ട്. എനിക്ക് സോഷ്യൽ മീഡിയ ഇല്ലാണ്ട് എനിക്ക് പോയി വരാൻ പറ്റുന്നു. സോഷ്യൽ മീഡിയയിൽ അക്കൗണ്ട് ഉണ്ട്, പക്ഷെ ഞാൻ അങ്ങനെ ആക്റ്റീവ് അല്ല. സ്വന്തമായിട്ട് ഫോൺ ഇല്ല. ഇതുവരെ വീട്ടിൽ ആവശ്യപ്പെട്ടിട്ടില്ല. ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ വാങ്ങിച്ചു തരാത്തതാണോ? അല്ല, ഞാൻ ഇത്രയൊക്കെ പറഞ്ഞു വന്നപ്പോ ഞാൻ വിചാരിച്ചു, അയ്യോ ഫോണില്ലാതെ ജീവിക്കുന്ന ഒരു കുട്ടി, എന്റെ പൊന്നേ. കഴിവിന്റെ പരമാവധി കയ്യും കാലും പിടിച്ച് നോക്കി, വീട്ടുകാർ കൊടുത്തിട്ടില്ല. ഓക്കെ, അപ്പൊ എന്തുകൊണ്ടാണ്? അല്ല, പാരന്റ്സ് എന്തുകൊണ്ടായിരിക്കും ഈ ഫോൺ അലോ ചെയ്യാത്തെ? ഞാൻ കുറച്ചും കൂടെ ഒന്ന് മെച്ചോർഡ് ആവട്ടെ, അപ്പൊ വാങ്ങിത്തരാം. അല്ലെങ്കിൽ എന്താണ് ഫോൺ യൂസ് ചെയ്ത് മിസ്യൂസ് ചെയ്ത് തെറ്റിലോട്ട് പോകും, എങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഈ മെച്ചോർഡ് ആവട്ടെ എന്ന് പറയുന്നത് ഒരു പ്രായമാണോ അതിന്റെ മാനദണ്ഡം? ഫ്രീഡം ഇല്ലാണ്ട് കിട്ടുമ്പോ മിസ്യൂസ് ചെയ്യുന്ന പലരും ഉണ്ട്. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങള് കേൾക്കുമ്പോഴും അറിയുമ്പോഴും എന്റെ വീട്ടുകാര് പറയും ഫോൺ വേണ്ട. ഇപ്പോൾ പേരൻസിന് വേണമെങ്കിൽ ചിന്തിക്കാം, അത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എടുത്തൂടെ, അല്ലെങ്കിൽ കുട്ടികളുമായിട്ട് ഫോണിൽ സംസാരിച്ച് ഗ്രൂപ്പ് ഡിസ്കഷൻ നടത്തിക്കൂടെ, പാഠഭാഗങ്ങൾ ഡിസ്കസ് ചെയ്തൂടെ, അതൊക്കെ ചിന്തിക്കാം. പക്ഷെ അതിന് ഒരു മിസ്യൂസ് ചെയ്യുന്ന ആദ്യം ഒരു ചിന്ത വരികയാണ് പേരൻസ്. അത് എന്തുകൊണ്ടാണ്? ഏത് തരത്തിലൊക്കെ ഫോൺ മിസ്യൂസ് ചെയ്യുന്നതാണ് ഇവരുടെ ഒരു വിചാരം. ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവുക, ഇപ്പം അങ്ങനെ അവര് ഫുൾ ടൈം അവരെ വിളിച്ചോണ്ടിരിക്കായിരിക്കാം, മേ ബി അങ്ങനെ. ഫോൺ ഉള്ളവർക്ക് റിലേഷൻഷിപ്പ് ഉണ്ടാവാൻ പാടുള്ളൂ?
സിബ്ലിങ്സ് ഉണ്ടോ? ബ്രദറുണ്ട്. ബ്രദറിന് ഫോൺ കൊടുത്തിട്ടുണ്ടോ? ആ ഉണ്ട്. ശ്ശേ. അപ്പൊ അതിലെന്തോ വേറെന്തോ പ്രശ്നമുണ്ട്. എനിക്കത് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. ബ്രദർ വലുതാണോ? തന്നെയൊക്കെ വലുതാണോ? അപ്പൊ ബ്രദറിന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ബ്രദർ ഈ ഷിഹാസെ ഫോൺ മിസ്യൂസ് ചെയ്യില്ലേ? അപ്പൊ ഇതെന്താണ് ഇങ്ങനെ ഒരു പക്ഷപാതിത്വം എന്തുകൊണ്ടാ വന്നത്? അതായത് ആൺകുട്ടിക്ക് ഫോണുണ്ട്, പെൺകുട്ടിക്ക് ഫോണില്ല, പെൺകുട്ടി വഴിതെറ്റും, ആൺകുട്ടി വഴിതെറ്റില്ല. എന്താണ് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ? അത് ഓരോരുത്തരുടെ ചിന്താഗതി, മീൻസ് എന്റെ വീട്ടുകാരുടെ ചിന്താഗതി അങ്ങനെയാണ്. അതിപ്പോ ഞാൻ ഇപ്പം എനിക്ക് അതിന് വേണ്ടിയിട്ട് സംസാരിച്ചു പറഞ്ഞാൽ എനിക്ക് ഒരിക്കലും കിട്ടണമെന്നില്ല. അത് ഇപ്പം എന്നെ സംബന്ധിച്ചോളം എന്റെ വീട്ടുകാർ പറഞ്ഞ് എനിക്ക് കേൾക്കാൻ പറ്റത്തുള്ളൂ. അത്രേ ഉള്ളൂ. അപ്പം അവരിങ്ങനെ ഒരു ഇത് വെക്കുന്നു, ഞാനത് അനുസരിക്കുന്നു. അപ്പൊ ഇപ്പോഴും ഫോൺ ആവശ്യപ്പെടുന്നുണ്ടോ? ഇപ്പോഴും ഒരു ആഗ്രഹമുണ്ട് ഫോൺ കിട്ടിയാ കൊള്ളാം. പറ, സോഷ്യൽ മീഡിയ ഏതൊക്കെ രീതിയിലാണ് നമ്മുടെ ചിന്താശേഷിയെ ബാധിക്കുന്നത്? ചിന്താശേഷി വർദ്ധിപ്പിക്കും സോഷ്യൽ മീഡിയ. ഓരോരുത്തരുടെ ഓരോ തോട്ട് സോഷ്യൽ മീഡിയ വഴി ഡെവലപ്പായി വരും. ഡെവലപ്പായി വരും. സോഷ്യൽ മീഡിയ വഴി ഓരോരുത്തരും പുറത്ത് വിടുന്ന അവരുടെ തോട്ട്സ് വേറൊരു കേൾക്കുമ്പം അവർക്കും ഇത് ശരിയാണ്, മറ്റേത് ശരിയല്ല എന്നൊരു ബോധവൽക്കരണം വരും. അതിലൂടെ നമുക്ക് ഏത് ശരി ഏത് തെറ്റെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാം.